السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. الحمد لله رب العالمين. درس القرآن പ്രതിവാര ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പ്രസ്തുത അധ്യായത്തിലെ 5, 6, 7 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ അധ്യായത്തിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു സമൂഹത്തിന് ഏത് കാലത്തും അവർ ശ്രദ്ധിക്കേണ്ടതും അതോടൊപ്പം പ്രത്യക്ഷ ശത്രുവിനേക്കാൾ അല്ലെങ്കിൽ ശത്രുക്കളേക്കാൾ ഏതൊരു ആദർശത്തിലെ വിശ്വസിക്കുന്ന ആളുകൾക്കും അതിലെ കപടന്മാരായ ആളുകളാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുക എന്ന കാര്യമാണ് ഈ ആയത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഈ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കിയത്. അതിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന അല്ലെങ്കിൽ തുടർന്നുള്ള ആയത്തുകളിലും പറയുന്ന കാര്യങ്ങൾ ഈ അധ്യായത്തിന് പേര് നൽകപ്പെട്ടതുപോലെ അൽ മുനാഫിഖൂൻ, കപടവിശ്വാസികളെ സംബന്ധിച്ച് തന്നെയാണ്. അവരെ ശ്രദ്ധിക്കുവാനും അവരെ സംബന്ധിച്ച് ജാഗ്രത കാണിക്കുവാനും ആവശ്യപ്പെടുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന 5-ാമത്തെ ആയത്ത് ഇതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون. കപടവിശ്വാസികളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വചനത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം, അവരാദ്യം വിശ്വസിക്കുകയും പിന്നെ അവിശ്വസിക്കുകയും ചെയ്തവരാണ്. അഥവാ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസം എന്താണ് എന്നവർക്കറിയാം, അതവർ ഉൾക്കൊണ്ടവരാണ്. പക്ഷെ ഭൗതികമായ തങ്ങളുടെ സൗകര്യങ്ങളും സമ്പത്തും മറ്റ് കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയാണ് മനസ്സിൽ കാപട്യം സൂക്ഷിക്കാൻ അവർക്ക് പ്രചോദനമായത് എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഇവിടെ അള്ളാഹു പറയുന്നത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിച്ചുവല്ലോ. ഇനി ഇതൊക്കെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ശരിയായ വിശ്വാസം വെച്ചു പുലർത്തി നേരായ രൂപത്തിൽ സത്യസന്ധരായി
മറ്റു സഹാബത്തിനോടൊപ്പം നിങ്ങളും സത്യവിശ്വാസികളായി ജീവിക്കുക എന്ന് പറയുകയും ഇനി കഴിഞ്ഞുപോയതും നിങ്ങളുടെ ജീവിതത്തിൽ മുസ്ലിങ്ങൾക്കും പ്രവാചകനും എതിരെ നിങ്ങൾ ചെയ്തതൊക്കെയും നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്മാറി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി വേണമെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യാം എന്നൊക്കെ അവരെ ഉപദേശിച്ചാൽ ആ കപടവിശ്വാസികൾ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും, ഖുർആൻ പറയാണ് വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഈ കപടവിശ്വാസികളോട് മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ തആലൂ, നിങ്ങൾ വരുവിൻ, നിങ്ങൾ വരി, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലാം, എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നമുക്ക് ആവശ്യപ്പെടാം. യസ്തഗ്ഫിർ ലക്കും, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടും, അതുകൊണ്ട് നിങ്ങൾ വരും, നമുക്ക് ഒന്നിച്ചു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പാപമോചനത്തിനു വേണ്ടി തേടാൻ നമുക്ക് ആവശ്യപ്പെടാം. റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതൻ, നിങ്ങൾ സ്വയം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക, അതോടൊപ്പം പ്രവാചകനും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. അതുകൊണ്ട് എന്ത് ചെയ്യൂ, തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാം എന്നവരോട് പറയപ്പെട്ടാൽ ലവ്വൗ റൂസഹും, അവർ തല തിരിച്ചുകൊണ്ട് പോകും. എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കതിന് താല്പര്യമില്ല. വറഅയ്തഹും, മാത്രമല്ല നിനക്കവരെ കാണാം, യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു പോകുന്നവരായി നിനക്കവരെ കാണാം എന്നാണ് പടച്ചവൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അവരുടെ യഥാർത്ഥ സ്വഭാവം അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാമല്ലോ. കാരണം മനസ്സുകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളും മനസ്സിന്റെ മന്ത്രങ്ങളും അറിയുന്നവനാണല്ലോ പടച്ചവൻ. അതുകൊണ്ട് അവരുടെ മനസ്സുകളിൽ അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കപടവിശ്വാസം അവരെക്കാൾ അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയി നമുക്ക് പ്രവാചകനോട് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ആവശ്യപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ക്ഷണിച്ചാലോ അവർ വരില്ല. മാത്രമല്ല അഹങ്കരിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോകും എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലം, ഒരു കാരണമുള്ളതായി ഇമാം ഖതാദ റഹിമഹുല്ലയെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ജരീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ പറയുന്നുണ്ട്. കപടവിശ്വാസികളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ, അയാളാണ് കപടവിശ്വാസികളുടെ നേതാവായിരുന്ന മദീനയിലെ വ്യക്തി. അയാളോട് നീ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് നിന്റെ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന രൂപത്തിൽ പലരും അദ്ദേഹത്തെ ഉപദേശിക്കുകയുണ്ടായി. അങ്ങനെ ആ ഉപദേശം സ്വീകരിക്കുന്നതിന് പകരം അഹങ്കരിച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് ഇമാം ഖതാദ റഹിമഹുല്ലയിൽ നിന്ന് ഇബ്നു ജരീർ ഉദ്ധരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അവരുടെ നേതാവിന്റെ സ്വഭാവമാണ്, അവരുടെ മൊത്തത്തിലുള്ള സ്വഭാവമാണ്. നമുക്കറിയാം, യഥാർത്ഥ സത്യവിശ്വാസം ഹൃദയത്തിലില്ലാതെ പുറത്തേക്ക് സത്യവിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണല്ലോ യഥാർത്ഥത്തിൽ കപടന്മാർ. അതിനാൽ തങ്ങളുടെ പ്രവൃത്തികളിൽ അവർക്ക് ഖേദമോ പശ്ചാത്താപമോ ഉണ്ടാവുകയില്ല. അറിയാതെയോ അല്ലെങ്കിൽ ഒരു ദുർബല നിമിഷത്തിലൊക്കെ തെറ്റ് പറ്റിയ ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഖേദമുണ്ടാവുക, സങ്കടമുണ്ടാവുക. ഇവര് മനഃപൂർവ്വം ഹൃദയത്തിൽ സത്യവിശ്വാസം സത്യനിഷേധം സ്വീകരിച്ച് പുറമേക്ക് സത്യവിശ്വാസികളായി
അഭിനയിക്കുക മാത്രമാണല്ലോ. അതാണല്ലോ കപടന്മാര്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ഒരു ഖേദമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷമമോ അവർക്കില്ല. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവരെന്തു ചെയ്യും? അവർ ഖുർആനിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും ഒക്കെ പരിഹസിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്, സമയം കണ്ടെത്താറുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു ഖേദപ്രകടനത്തിന്റെ ആവശ്യമേ ഉദിക്കുന്നില്ല. അത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അവരെ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിതാ നമുക്ക് പ്രവാചകന്റെ അടുക്കൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, പാപമോചനത്തിന് ആവശ്യപ്പെടാൻ വേണ്ടി പറയാം എന്നൊക്കെ പറഞ്ഞാൽ അവര് ധിക്കാരപൂർവ്വം പിന്തിരിഞ്ഞു പോകും. അവർ അതിന് വരില്ല. എന്താ കാരണം? അവർക്കറിയാം തങ്ങളിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. തങ്ങൾക്ക് ഇസ്ലാമിനോടും പ്രവാചകനോടൊന്നും കൂറും സത്യസന്ധമായി ഉള്ള സ്നേഹമൊന്നും ഇല്ലല്ലോ. അത് അള്ളാഹുവിനറിയാം. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യാണ്? അള്ളാഹു അവരെ കുറിച്ച് നമുക്ക് അവർ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങളെ പരിഹസിക്കുമെന്ന് പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അവരുടെ അവസ്ഥ? ഖുർആൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ ഫമിൻകും മൻ യഖൂലു അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന. ഖുർആനിന്റെ ഏതെങ്കിലും ആയത്തൊക്കെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ അവതരിക്കുമ്പോഴേ, അള്ളാഹു അവതരിപ്പിക്കുമ്പോൾ ഈ കപടവിശ്വാസികൾ പരിഹസിച്ചുകൊണ്ട് മുസ്ലിങ്ങളോട് ചോദിക്കും, ഈ ആയത്ത് ഇറങ്ങിയിട്ട് അത് കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളിൽ ആർക്കാണ് ഇത്ര ഈമാൻ വർദ്ധിച്ചിട്ടുള്ളത് എന്ന് പരിഹാസപൂർവ്വം ചോദിക്കുന്ന. പക്ഷെ ഖുർആൻ അതിന് മറുപടി കൊടുത്തു. എന്താ? ഫഅമ്മല്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ഫസാദത്തുഹും ഈമാന, ആ ഖുർആൻ ആയത്തുകൾ അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കും, യാതൊരു സംശയവുമില്ല. കാരണം എന്താ? യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് അത് ഈമാൻ വർദ്ധിപ്പിക്കും. എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ള ഈ കപടവിശ്വാസികളെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് അവരുടെ രോഗമാണ് അത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാപട്യം വർദ്ധിപ്പിക്കും. അപ്പോ അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഉദാഹരണം, അവരായത്തോ അള്ളാഹുവിന്റെ ഒരു വചനം അവതരിച്ചു കഴിഞ്ഞാൽ അവർ മുസ്ലിങ്ങളോട് ചോദിക്കും, ഇത് കേട്ടിട്ട് നിങ്ങളിൽ ആർക്ക് അത്ര ഈമാൻ കൂടിയത് എന്ന് പരിഹാസപൂർവ്വം ചോദിക്കുന്ന. ഇതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. പിന്നെ എങ്ങനെ അവര് പ്രവാചകന്റെ അടുക്കൽ വന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാൻ ഒക്കെ തയ്യാറാകും എന്നതാണ് അള്ളാഹു പറയുന്നത്. കാരണം എന്താ? അവർ മനഃപൂർവ്വം ഹൃദയത്തിൽ കാപട്യം ഒളിപ്പിച്ചു വെച്ച് പുറത്തേക്ക് സത്യവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇനി അങ്ങനെ ഒരു കാര്യത്തിന് അവർ തയ്യാറാവുകയില്ല. എന്നിട്ട് അള്ളാഹു വീണ്ടും ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാട്ടോ. അതാണ് അടുത്ത ആയത്തിൽ. അതെന്താ? സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അപ്പൊ അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? സവാഉൻ അലൈഹിം, അവരുടെ മേൽ അവരുടെ കാര്യത്തിൽ സമമാണ്. എന്ത്? നീ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും അം ലം തസ്തഗ്ഫിർ, അങ്ങ് നബിയെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയിട്ടില്ലെങ്കിലും സമമാണ്. ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് എന്ത് ചെയ്യൂല? പുറത്തു കൊടുക്കൂല എന്ന് അള്ളാഹു തീരുമാനിച്ചൊരു കാര്യമാണ്. ഇനിയിപ്പൊ അവര് വന്ന് അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തിയാലും ഇല്ലെങ്കിലും അള്ളാഹു ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്താ? അതെന്താ? ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് എന്ത് ചെയ്യൂല? പുറത്തു കൊടുക്കൂല. അതെന്താ? അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനല്ലേ? ശരിയാണ്. അറിയാതെ തെറ്റ് ചെയ്തവർക്കും ഇനി അറിഞ്ഞുകൊണ്ടാണെങ്കിലും ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയൊക്കെയുള്ളവർക്ക് പുറത്തു കൊടുക്കും. യഥാർത്ഥത്തിൽ എന്താ? ഇവര് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി സത്യവിശ്വാസം അതാണ് ശരി എന്നറിഞ്ഞിട്ടും അവര് അവിശ്വാസം സ്വീകരിച്ചവരാണ്, സത്യനിഷേധം സ്വീകരിച്ചവരാണ്, കാപട്യം സ്വീകരിച്ചവരാണ്. അത് അള്ളാഹു ഇതിന്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചു.
ذلك بأنهم آمنوا ثم كفروا ഫതുബിഅ അലാ ഖുലൂബിഹിം. അതവരെ ആദ്യം വിശ്വസിക്കുകയും പിന്നെ അവിശ്വസിക്കുകയും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സീല് വെക്കുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തുകയോ അവർ സ്വയം ഇസ്തിഗ്ഫാർ നടത്തുകയോ ചെയ്തത് കൊണ്ട് ഒരിക്കലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അധർമ്മകാരികളായ തെമ്മാടികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും തന്നെ നേർമാർഗത്തിലാക്കുകയില്ല. പഠിച്ചവൻ പറയാണ്, വളരെ കൃത്യമായിട്ടല്ലേ പറയുന്നത്. കാരണം എന്താ അറിയോ, ഇവരെന്താണ് സത്യവിശ്വാസം, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്തുകൊണ്ട് കാരുണ്യവാനും കരുണാവാരിധിയുമായ പടച്ചവൻ അവരുടെ ഈ തെറ്റുകളെ പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയുന്നു? അത്രമാത്രം കഠിനനാണോ അള്ളാഹു എന്ന് ചോദിച്ചാൽ അല്ല. ഇവര് മനഃപൂർവ്വം കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കാപട്യമാണ്. സത്യം അറിയാഞ്ഞിട്ടല്ല, അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ സത്യവിശ്വാസമാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടും സത്യനിഷേധം സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു അവർ സ്വയം പ്രാർത്ഥിച്ചാലോ അല്ല അള്ളാഹുവിനോട് അവന്റെ പ്രവാചകൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലോ അള്ളാഹു പറയാണ് എന്ത്? ലൻ യഗ്ഫിറല്ലാഹു ലഹും വല്ലാഹു ലാ ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കില്ല. കാരണം ഈ അധർമ്മകാരികളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. സൂറത്തു തൗബയിൽ അള്ളാഹു അവരെ കുറിച്ച് ഒന്നുകൂടെ ഗൗരവമായി പറയുന്നുണ്ട്. അതെന്താ അറിയോ? ഇസ്തഗ്ഫർത ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. അള്ളാഹു പറയട്ടോ, ഇസ്തഗ്ഫിർ ലഹും. സൂറത്തു തൗബ, ഇസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് പാപമോചനം തേടുക. ഔ ലാ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ നീ പാപമോചനം തേടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയട്ടോ, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 പ്രാവശ്യം നബിയെ അങ്ങ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ദാലിക ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി. കാരണം അതിന് കാരണം എന്താ? അവർ അള്ളാഹുവിലും അവന്റെ ദൂതനിലും അവിശ്വസിച്ചവരാണ്. ഇവിടെ എന്റെ ഗൗരവം നോക്കട്ടോ. ഇപ്പൊ നമ്മൾ ഈ കാപട്യം എന്നതിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു എന്താണ് കാപട്യം എന്ന് പറഞ്ഞാൽ. വിശ്വാസപരമായ കാപട്യമുണ്ട്, കർമ്മപരമായ കാപട്യമുണ്ട്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാപട്യമുണ്ട്. എന്നാൽ ഇസ്ലാമെന്ന് പുറത്തൊന്നും പോകൂല, പക്ഷെ സ്ഥിരമായി അത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പുറത്തു പോകുന്ന അങ്ങനത്തെ കാപട്യമുണ്ട്. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പറയാം. അത് മറ്റൊരു വ്യക്തിയോടാണെങ്കിലും നമ്മുടെ പിതാവിനോടാണെങ്കിലും മാതാവിനോടാണെങ്കിലും ആരോടാണെങ്കിലും അതൊരു ഗൗരവമുള്ള കാര്യമാണ്. അത് കാപട്യം എന്ന് പറഞ്ഞാൽ അതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മള് ഒരാൾ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കപട വിശ്വാസികളുടെ അടയാളങ്ങൾ 3 എണ്ണമാണ്, ചിലതിൽ 4 എണ്ണാന്ന് വന്നിട്ടുണ്ട്. ആ 3 എണ്ണമാണ് എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം എന്താ അറിയോ? വൈദഉതു മിനഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. അപ്പൊ നമ്മൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളായിരിക്കും നമ്മുടെ ആ ആള് നമ്മളെ ചതിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അതൊരു ഗൗരവമുള്ള കാര്യമാണ്. അത് ഏറ്റവും, അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നബിയെ താങ്കൾ അവർക്ക് വേണ്ടി 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് എന്ത് ചെയ്യൂല? പുറത്തു കൊടുക്കൂല. ഈ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുക, 71ാമത്തെ പ്രാവശ്യം നടത്തിയ പുറത്തു കൊടുക്കുന്നല്ല ഇതിന്റെ അർത്ഥം. അതൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? എത്ര തവണ അങ്ങ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും അള്ളാഹു എന്ത് ചെയ്യൂല? അവർക്ക് പുറത്തു കൊടുക്കൂല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ മനഃപൂർവ്വം ഇത് ചെയ്യാണ്. രണ്ടാമത്തേത്, അത് കാരണം സത്യവിശ്വാസികളായിരുന്നു, പിന്നെ അവിശ്വാസം സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു എന്ത് ചെയ്തു? സീല് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്മയായ യാതൊന്നും അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാപം പുറത്തു കിട്ടണമെന്നോ അല്ലെങ്കിൽ അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന ഒരാഗ്രഹമോ അവർക്കില്ല. അങ്ങനൊരു താല്പര്യവും അവർക്കില്ല. കാരണം എന്താ? അവര്
ഇത് മനഃപൂർവ്വം ചെയ്യുന്നവരാണ്. അതാണ് അള്ളാഹു ഇവിടെ വ്യക്തമായി അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ സന്മാർഗം ലഭ്യമായതിനു ശേഷം ഇങ്ങനെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ കാപട്യം സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദുഷിച്ച ഒരു കാര്യമായിട്ടാണ്. കാരണം എന്താ അറിയോ, സത്യവിശ്വാസം എന്ന വിജയത്തിന്റെ പാത, ആ പാത വിറ്റഴിച്ചുകൊണ്ടാണ് ദുർമാർഗം അവർ വിലക്ക് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഉലൈകല്ലദീന ഇശ്തറൗ വലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയവരാണവർ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്യുകയില്ല. ഇതൊരു കച്ചവടമാണ് അവർക്ക്. കാരണം എന്താ അറിയോ, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ കപടന്മാരായി ഉള്ളിൽ കാപട്യം സൂക്ഷിക്കുക. അപ്പൊ അവരുടെ സ്വത്തും അവരുടെ മറ്റു കാര്യങ്ങളൊന്നും നഷ്ടപ്പെടൂല, സ്ഥാനമാനങ്ങളൊന്നും. അങ്ങനെ ഒരു നേട്ടം അവർക്കുണ്ടാവും. എന്നാൽ പുറമേക്ക് സത്യവിശ്വാസം പ്രകടിപ്പിച്ചാൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും യുദ്ധസ്വത്തുകൾ, യുദ്ധാർജിത ഗനീമത്ത് സ്വത്തുകളും ഓഹരി വെക്കുമ്പോൾ അതും, അങ്ങനെ എല്ലാ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് കണ്ടിട്ടാണ് അവർ ഈ കപടന്മാരായി ജീവിക്കുന്നത്. ഇതൊക്കെ വളരെ നശ്വരമാണ്, ഈ ഭൗതിക ലോകത്ത് മാത്രം ഉണ്ടാകുന്ന താൽക്കാലിക നേട്ടങ്ങളാണ് എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ, ഉലൈകല്ലദീന ഇശ്തറൗ വലാലത ബിൽ ഹുദാ, നേർമാർഗം വിറ്റ് ദുർമാർഗത്തെ വിലക്ക് വാങ്ങിയവരാണ് അവർ. അതവർ കച്ചവട. ഫമാ റബിഹത് തിജാറതുഹും, പക്ഷെ അവരുടെ ആ കച്ചവടം ലാഭകരമാവുകയില്ല എന്ന് മാത്രമല്ല, വമാ കാനൂ മുഹ്തദീൻ, അവർക്ക് നേർമാർഗം പ്രാപിക്കാനും സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ വായിക്കുന്ന ഇതിലെ 3-ാമത്തെ ആയത്ത് അഥവാ 7-ാമത്തെ ആയത്ത്, അതെന്താ അറിയോ, ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ, ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ് على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ അറിയോ, ഇനി അവരെ കുറിച്ച് പറയാട്ടോ. അവർ ചെയ്ത മറ്റൊരു കാര്യം, ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ്. അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മദീനയിലുണ്ടായിരുന്ന പണക്കാരും ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് ഈ കാപട്യത്തിന്റെ വക്താക്കളായി മാറിയത് എന്ന്. അവർ ബാഹ്യമായി മുസ്ലിങ്ങളായതുകൊണ്ട് അവര് യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് പല സഹായങ്ങളും നൽകുന്നുണ്ട്. ആ സഹായങ്ങൾ ആണ് അവരെ പ്രവാചകന്റെ കൂടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും, അത് നിർത്തിക്കഴിഞ്ഞാൽ നബിയുടെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും, സത്യവിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോകും എന്നൊക്കെ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, യഖൂലൂന, അവരിങ്ങനെ അവരുടെ ആളുകളോട് പറയാൻ തുടങ്ങി. ഹുമുല്ലദീന യഖൂലൂന, അവരിങ്ങനെ പറയാൻ തുടങ്ങി, ഉപദേശിക്കുക അല്ലെങ്കിൽ ആളുകളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുക, ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ്, ഈ റസൂലിന്റെ ദൂതന്റെ അടുക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉള്ളവർക്ക്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് നിങ്ങളൊന്നും ചെലവഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കരുത്, ദാനമോ ധർമ്മങ്ങളൊന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുക്കാതിരുന്നാൽ ഹത്തായം ഫല്ലോ, അവർ പൊയ്ക്കൊള്ളും. ഇതൊക്കെ ഒരുപക്ഷെ അതൊക്കെ കിട്ടുന്നത് കൊണ്ടായിരിക്കും അവരിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുന്നത് എന്നാണ് അവരുടെ ധാരണ. നോക്കൂ നിങ്ങൾ, ആ കപടന്മാരുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചതാണ് എന്നും എത്രമാത്രം രോഗാതുരമാണ് എന്നും കൃത്യമായി പടച്ചവൻ ഈ അവരുടെ ഈ വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുസ്ലിങ്ങളുടെ കൂടെ നിന്നിട്ട് ആ മുസ്ലിങ്ങളെ നിങ്ങൾ ഒരു നിലക്കും സഹായിക്കരുത് എന്ന് പറയുന്ന കപട വിശ്വാസികൾ. അപ്പൊ അവിടെ മനസ്സിന്റെ ആ രോഗത്തിന്റെ കാഠിന്യമാണ് അള്ളാഹു അതിലൂടെ സൂചിപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ കപട വിശ്വാസം. അപ്പൊ നമ്മുടെ കൂട്ടത്തിലും കപട വിശ്വാസികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ നന്മകൾ അവർക്ക് ചെയ്താലും, നമ്മളിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർ നേടിയെടുത്താലും, പക്ഷെ അവരുടെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കും, നമ്മളോട് ഈ രൂപത്തിലുള്ള പെരുമാറ്റമായിരിക്കും.
ഒന്നും കേൾക്കരുത്, ശരിക്കൊന്നും സഹായിക്കരുത്, അല്ലെങ്കിൽ ഒന്ന് നന്മയും ചെയ്യരുത്. ഇതാണ് യഥാർത്ഥത്തിൽ മദീനയിലുള്ള കപടവിശ്വാസികൾ അവിടെയുള്ള ആളുകളോട് പറഞ്ഞത്. അപ്പൊ അവര് കൊടുക്കാതിരുന്നാല് ഇവർ ഈ സത്യവിശ്വാസത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൂടെ നിന്നൊക്കെ അവർ പിന്തിരിഞ്ഞു പോകും, അവരെ വിട്ടുപോയിക്കോളും എന്നാണ് അവർ ധരിച്ചത്. പക്ഷെ അള്ളാഹു പറയാട്ടോ, വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ഈ സമ്പത്തിന്റെ ഖജനാവുകൾ ഉണ്ടല്ലോ, അന്ന് ഇവരുടെ അടുത്തല്ലല്ലോ, ഇവർക്ക് തന്നെ അള്ളാഹു കൊടുത്തതല്ലേ. എല്ലാ സമ്പത്തിന്റെ എല്ലാ ഖജനാവുകളും ആരുടെ അടുത്താ? അള്ളാഹുവിന്റെ അടുത്താണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാ ഖജനാവുകളും അള്ളാഹുവിനുള്ളതാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. പക്ഷെ ആ വസ്തുത, ആ യാഥാർത്ഥ്യം ഈ കപടന്മാരെ മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിച്ചെന്താ അറിയോ, ഞങ്ങളടുത്താണ് സ്വത്തുള്ളത്, അപ്പൊ ഞങ്ങൾ കൊടുക്കാതിരുന്നാൽ, ഞങ്ങൾ സഹായിക്കാതിരുന്ന ഇവരൊക്കെ പിന്തിരിഞ്ഞു പോയിക്കൊള്ളും എന്ന ഒരു ധാരണയായിരുന്നു അവർക്ക്. പക്ഷെ അള്ളാഹു അവരോട് പറയട്ടോ, അള്ളാഹുവിന്റെ അടുക്കലാണ് ആകാശഭൂമികളുടെ മുഴുവൻ ഖജനാവുകളും. അതുകൊണ്ട് തന്നെ ആര് സത്യവിശ്വാസികൾക്ക് നൽകാതിരുന്നാലും അള്ളാഹു അവർക്ക് നൽകും എന്നൊരു ഉറപ്പുകൂടി അള്ളാഹു ഇവിടെ സത്യവിശ്വാസികൾക്ക് നൽകുന്നു. അതോടൊപ്പം അവിശ്വാസികൾ ഈ വസ്തുത യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്ന കാര്യം കൂടെ അള്ളാഹു പറയുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, കാപട്യത്തിന്റെ ആ ഒരു അങ്ങേയറ്റത്തെ അവസ്ഥ, അങ്ങനെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് എത്ര ദുഷിച്ചു പോകും, എത്ര രോഗാതുരമാകും, അതിന്റെ കാഠിന്യമൊക്കെയാണ് ഈ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് എക്കാലഘട്ടത്തിലും കപടവിശ്വാസികൾ, മുനാഫിക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം അവരെക്കുറിച്ച് എന്നൊരു ഉപദേശം അള്ളാഹു വീണ്ടും നമ്മൾക്ക് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിലെ ബാക്കി ആയത്തുകൾ അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.